ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കിയാൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് ടൈം നമ്മൾ മാഗി ഉണ്ടാകുന്നതിനെക്കാട്ടും കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, നമ്മുടെ മാഗി മസാല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പി തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, പിന്നെ ചെറുതായിട്ടല്ല പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് എണ്ണയുടെ കിടന്നൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, കാരണം മസാലയിലും ഒക്കെ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ആ ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്ല ബ്രൗൺ കളറാവണം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ്, നല്ല കുറച്ച് എണ്ണ അധികം ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ഞാൻ വെള്ളം ചൂടായപ്പോൾ അതിലിട്ട് ഇപ്പി തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സവാള എല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് ഇപ്പിയുടെ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിന് നമുക്കൊരു സൈഡിലോട്ട് ഒതുക്കി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ചിക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഈ സ്പൂണിലെ അത് വെച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കതിനെ ഒരു ഇതിലോട്ട് മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനിയിപ്പോൾ ആഡ് ചെയ്യണം. നമ്മുടെ ഇപ്പി ഞാനൊരു അരിപ്പയിൽ ഇതുപോലെ വെള്ളം കളഞ്ഞ് തോർത്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ഇപ്പി എൻ്റെ സ്റ്റൈലിൽ ഞാൻ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ.